നമ്മുടെ ശരീരത്തിന് പ്രധാനമായും 3 തരത്തിലുള്ള അത്യാഗ്രഹങ്ങൾ അല്ലെങ്കിൽ വിശപ്പുകളുണ്ട്. ഭക്ഷണം, ഉറക്കം, സെക്സ്. ഇത് 3ഉം ബേസിക്കലി ഒരു മനുഷ്യൻ്റെ ബേസിക് നീഡാണ് എന്നുണ്ടെങ്കിലും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാൻ 4:34 വചനപ്രകാരം നമ്മൾ ആ വചനം പാലിച്ചുകൊണ്ട് പോകുമ്പോൾ ഈശോ തന്നെ ഓരോരുത്തരുടെയും വിളിക്കനുസരിച്ച് അത് പ്രദാനം ചെയ്യും. യോഹന്നാൻ 4:34 വചനപ്രകാരമാണ് പറയുന്നത്. യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. അപ്പോൾ ഈശോയുടെ ആഗ്രഹം പൂർത്തിയാക്കിക്കൊണ്ട് ഈശോയ്ക്ക് നമ്മളെക്കുറിച്ചുള്ള ഹിതം നിറവേറ്റിക്കൊണ്ട് നമ്മുടെ ഭക്ഷണമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ളതെല്ലാം, ഇപ്പോൾ ഉറക്കവും അതുപോലെ തന്നെ വിശ്രമവും അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്നതെല്ലാം ഈശോ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ എന്ന് ദൈവത്തിൻ്റെ വിശപ്പ് മാറ്റാനായിട്ട് മടി കാണിക്കുന്നു, അന്ന് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശക്കാനായിട്ട് തുടങ്ങും. ഉദാഹരണം, ഇപ്പോൾ ദാവീദ് രാജാവ് ശരിക്കും ഈശോയുടെ ആ ഇഷ്ടത്തിന്, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിപരീതമായിട്ട് അവിടെ മടി കാരണം യുദ്ധത്തിന് പോവാതെ ഇരുന്നപ്പോൾ അത് വ്യഭിചാരത്തിലേക്ക് പോയി, പിന്നീട് അത് കൊലപാതകത്തിൽ പോയി കലാശിച്ചു. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിൽ, എന്ന് ദൈവത്തിൻ്റെ ആ വിശപ്പ് മാറ്റുന്നതിൽ മടി കാണിക്കുന്നു, അന്ന് നമുക്ക് വിശക്കാനായിട്ട് തുടങ്ങും, നമ്മൾ പാപത്തിൽ വീഴാനായിട്ട് തുടങ്ങും. അപ്പം ഞാൻ തന്നെ എൻ്റെ ഒരു കുഞ്ഞു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതുപോലെ സെൻറ്ററിൽ ശുശ്രൂഷ ചെയ്തിരുന്ന സമയത്ത്, അതായത് PDM കുറവലങ്ങാട് PDM സെൻറ്ററിൽ നിങ്ങൾ ഒരുപാട് പേര് വന്നിട്ടുണ്ടാവും. ആ സമയത്ത് അവിടെ നിൽക്കുമ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റ് ഷെഡ്യൂളാണ് നമ്മുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ ശുശ്രൂഷയെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അവിടെ ഡെയിലി ആളുകൾ കാണാനായിട്ട് വരും, പ്രാർത്ഥിക്കാനായിട്ട് വരും. അപ്പോൾ അവിടെയുള്ള സെൻറ്ററിലുള്ള വർക്കുകൾ ഉണ്ടാവും, ആളുകൾ റിസീവ് ചെയ്യേണ്ടത്, അതെല്ലാം നല്ല സന്തോഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് പോവാണ്. പക്ഷേ ശരിക്കും അതിൽ പ്രാർത്ഥിക്കാനൊക്കെ ചില ദിവസങ്ങളിൽ സമയം കിട്ടാതെയൊക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലൊരു വേദന പോലെയാവും, വിഷമം പോലെയാവും. പിന്നെ ചില ദിവസങ്ങൾ അതുപോലെ കുറേ ദിവസങ്ങൾ ഉണ്ടായപ്പോൾ ഇനിയിപ്പോൾ പ്രാർത്ഥിക്കാനൊന്നും സമയം കിട്ടില്ലായിരിക്കും എന്നുള്ള ആ ഒരു വിഷമത്തിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെ ഒരു ഈശോയുടെ ഇഷ്ടം നിറവേറ്റുന്നതിൽ ചെറുതായിട്ട് ഒരു ഡീവിയേഷൻ വരാനായിട്ട് തുടങ്ങി. അപ്പോൾ ശരിക്കും അതുപോലെ പ്രാർത്ഥിച്ചു, അതുപോലെ തന്നെ ശുശ്രൂഷ ചെയ്തൊന്നും മര്യാദയ്ക്ക് പോകാനായിട്ട് പറ്റുന്നില്ല. മാത്രമല്ല ആ സമയത്ത് എന്തെന്നില്ലാത്ത രീതിയിൽ നന്നായി ഭക്ഷണം കഴിക്കാനായിട്ട് തോന്നുന്നുണ്ട്. അത് അവിടുത്തെ ക്ഷീണം കൊണ്ടാണോ അല്ലെങ്കിൽ വേറെ വല്ല കാരണങ്ങൾ കൊണ്ടാണോ എന്ന് അറിയില്ല. പക്ഷേ ബേസിക്കലി ആ പ്രോബ്ലം ഈശോയുടെ ഇഷ്ടം നിറവേറ്റുന്നതിൽ പതുക്കെ ഒന്ന് ഡീവേറ്റ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനായിട്ടുള്ള മുമ്പത്തെ പോലുള്ള സന്തോഷം പഴയ പോലെ വരുന്നില്ല, പ്രാർത്ഥന ചെറുതായിട്ട് കുറഞ്ഞു, അതുപോലെ തന്നെ മറ്റ് ശുശ്രൂഷകൾ ചെയ്യുന്നതിൽ ചെറുതായിട്ട് ആഗ്രഹങ്ങൾ കുറഞ്ഞു. അപ്പോൾ അങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ ശരിക്കും പിന്നെ ഒരു പ്രിയം ഭക്ഷണത്തേക്കായി മാറി. അത് പിശാച് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഞാനും വിചാരിക്കാറുണ്ട്, ഇങ്ങനെയൊന്നും ഇത്രമാത്രമൊന്നും ഞാൻ കഴിച്ചിരുന്നില്ലല്ലോ, ഇത്രമാത്രമൊന്നും ഇപ്പോൾ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ കൊതി വന്നിരുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ എനിക്കിപ്പോൾ ഇങ്ങനെയായി. മാത്രമല്ല അപ്പോൾ പ്രാർത്ഥിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഒരു സന്തോഷമൊക്കെ ഉണ്ട്. ഭക്ഷണം കഴിക്കാനുള്ള സമയമായി കഴിഞ്ഞാൽ കൂടുതൽ സന്തോഷമായി. അപ്പോൾ മാത്രമല്ല ഭക്ഷണം കഴിഞ്ഞ് പെട്ടെന്നൊന്നും അങ്ങനെ എനിക്ക് പോരാൻ പറ്റില്ല. എല്ലാ തരത്തിലും ഇനി പുതിയ വെറൈറ്റി വിഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കി നിന്ന് കഴിച്ചെല്ലാം സമയം വിചാരിക്കുന്ന 20 മിനിറ്റ് ആണെങ്കിൽ ഇപ്പോൾ ഒരു 30 മിനിറ്റൊക്കെ എടുത്ത് ഭക്ഷണം കഴിക്കുന്ന പോലത്തെ അവസ്ഥയിലേക്കായി. പക്ഷേ അങ്ങനെ ആയിട്ടല്ല, ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു ഭക്ഷിക്കുന്നതിൽ ശരിക്കും പറഞ്ഞാൽ കർത്താവിലാണല്ലോ ആനന്ദം വരുന്നത്. ഇപ്പോൾ സങ്കീർത്തനങ്ങൾ 37:4 വചനം പറയുന്നുണ്ട്, സങ്കീർത്തനങ്ങൾ 4:7 വചനം പറയുന്നുണ്ട്. എല്ലാത്തിനും പേരായിട്ട് നമ്മൾ കർത്താവിലാണ് ആനന്ദിക്കേണ്ടത്. പക്ഷേ ആനന്ദം പതുക്കെ ഡീവിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി എവിടേക്കോ ഒരു പ്രോബ്ലം വരുന്നുണ്ട്, സമയം ഒരുപാട് എവിടേക്കോ ലേഗായി പോകുന്നുണ്ട്. ഈ ശുശ്രൂഷയുടെ ഡയറ്റുകൾ അല്ലാതെ തന്നെ എൻ്റെ പല ആഗ്രഹങ്ങൾ കാരണം സമയം വെറുതെ ലൂസായി പോകുന്നുണ്ടെന്നുള്ളത്. പിന്നീടാണ് ഈശോ ഒരു ബോധ്യം തന്നത്, ആ ഒരു ദൈവിക പദ്ധതി നിറവേറ്റുന്നതിൽ, കർത്താവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിശപ്പ് മാറ്റുന്നതിലുള്ള ഒരു മടി അല്ലെങ്കിൽ ഒരു അലസത കാണിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ, ഒരാഗ്രഹം പതുക്കെ ഡീവിയേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വിശപ്പുകൾ പുറത്തു വരാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അതിന് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാപം ചെയ്യാതിരിക്കാനായിട്ട് നല്ലപോലെ ശ്രദ്ധിക്കുക എന്നതിനേക്കാൾ ഈശോയുടെ ഇഷ്ടം നിറവേറ്റുന്നതിൽ ഫുൾ കോൺസെൻട്രേഷൻ കൊടുക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിനും ശരീരത്തിനും വേണ്ടുന്നതെല്ലാം ഈശോ തന്നെ പ്രൊവൈഡ് ചെയ്ത് നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ഉത്തരവാദിത്തങ്ങളും, ഒരു പക്ഷേ നിങ്ങൾ പഠിക്കുന്നവരുണ്ടാവാം, ജോലി ചെയ്യുന്നവരുണ്ടാവാം, അങ്ങനെ പല വിധത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നവരുണ്ടാവാം. ഏത് മേഖലയിലാണെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് 100% വിശ്വസ്തയോടുകൂടി അതിൽ വചനം അണുവിട വ്യതിചലിക്കാതെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആ ദാഹവും വിശപ്പും മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോവാണ്.
ഇപ്പോൾ മദർ തെരേസനെ പറ്റി പറയുകയാണെങ്കിൽ മദർ തെരേസ മുൻപായിരുന്ന കോൺഗ്രിഗേഷനിൽ നിന്ന് ഒരു ട്രെയിൻ യാത്രക്കിടയിലാണ് ശരിക്കും ഇതുപോലുള്ള പാവപ്പെട്ട ആളുകളെ കണ്ടുകൊണ്ട് ആ ഒരു ഇന്നർ കോൾ ഇങ്ങനെ ഒരു സൗണ്ട് മദർ തെരേസ കേട്ടു എന്നാണ് പറയുന്നത്, ഐ തേഴ്സ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അത് ഈശോയ്ക്ക് ദാഹിക്കുന്നു, ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറയുന്നതാണ് ഐ തേഴ്സ്റ്റ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ദാഹത്തിൻ്റെ ഈശോ പറയുന്ന എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്ന ഒരു സൗണ്ട് മദർ തെരേസ ഈ പാവങ്ങളെ കാണുമ്പോൾ ഉള്ളിൽ കേൾക്കുകയാണ്. അപ്പോൾ മദർ തെരേസയ്ക്ക് മനസ്സിലായി എൻ്റെ വിളി ഇങ്ങനെയല്ല, ഈ ഒരു കോൺഗ്രിഗേഷനിലേക്കല്ല, അതും കർത്താവിൻ്റെ ഹിതപ്രകാരം പോകുന്നവരാണ്. പക്ഷെ മദർ തെരേസയുടെ വിളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോവുകയില്ല. ഈശോ മറ്റൊരു പദ്ധതി മദർ തെരേസയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി മദർ തെരേസ ധൈര്യപൂർവ്വം തന്നെ അതിലേക്ക് എടുത്തു ചാടി. അങ്ങനെ ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ആ ഒരു ദാഹം വിശപ്പും നിറവേറ്റിക്കൊണ്ട് മദർ തെരേസ മുന്നോട്ട് പോയപ്പോൾ മദർ തെരേസയ്ക്ക് വേണ്ടുന്ന എല്ലാം അവിടുന്ന് നൽകിയെന്ന് മാത്രമല്ല ലോക പ്രശസ്തയായ ഒരു വിശുദ്ധയാക്കി മദർ തെരേസയെ മാറ്റി. ഇനി അങ്ങനെ പോരാതെ ആ കോൺഗ്രിഗേഷനിൽ തന്നെ നിന്ന് ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പോവാതെ സുഖിച്ച് കഴിയാനായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ മദർ തെരേസയും ഇതുപോലെ പലതരത്തിലുള്ള പാപങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈശോയെ പറ്റിയുള്ള ആ ഹിതം നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, ദൈവത്തിൻ്റെ ദാഹവും വിശപ്പും നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഈശോയുടെ ആ വിശുദ്ധിയിലേക്ക് വളരാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇത് അവഗണിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ, ഈ പ്രഭാഷകൻ്റെ പുസ്തകം 19 അധ്യായം 1-ാം വാക്യം വചന പ്രകാരമാണ് പറയുന്നത്, ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. നമ്മൾ ചെറുതായിട്ട് ഒരു കോംപ്രമൈസ് കൊടുക്കണതാവാം, ചെറുതായിട്ട് എന്താ പറയുക അത് സാരില്ലേ പോട്ടേന്ന് വെക്കണതാവാം, അല്ലെങ്കിൽ ഇതിപ്പോൾ ഇപ്പോഴത്തേക്ക് ഇങ്ങനെ ചെയ്യാം ഇനി നമുക്ക് ശരിയാക്കാമെന്നെല്ലാം വിചാരിച്ച് ചെറിയ ചെറിയ കോംപ്രമൈസുകൾ നമ്മൾ നടത്തുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, ജോലികളിൽ എന്താ പറയുക വ്യത്യാസങ്ങൾ വരുത്തുമ്പോൾ, ദൈവഹിതപ്രകാരമല്ലാത്ത രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തെറ്റാണെന്ന് അറിയാം. പക്ഷെ എന്നാലും തൽക്കാലത്തേക്ക് സാരില്ല, ഇപ്പം ഇങ്ങനെ ചെയ്യാം, സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടല്ലേ എന്നെല്ലാം വിചാരിച്ച് അങ്ങനെ ചെറിയ കാര്യങ്ങൾ അവഗണിച്ച് പോകുമ്പോൾ അല്പാൽപമായി നശിക്കുകയാണ്. നേരെ മറിച്ച് ലൂക്ക 16:10 പറയുന്നു, ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായി തീരും. അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ആ ഒരു ആഗ്രഹം, വിശപ്പ്, ദാഹം മാറ്റിക്കൊണ്ട് നമുക്ക് ഈശോയുടെ വിശുദ്ധിയിലേക്ക് മുന്നേറാം. ഈശോ അനുഗ്രഹിക്കട്ടെ.